സത്യത്തിൽ ഞങ്ങൾക്ക് നല്ല വിഷമമുണ്ട് മോളെ കിട്ടാത്തതിൽ. സാറേ, അക്കാര്യത്തിൽ ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞല്ലോ. ഒരു കല്യാണമാകുമ്പോൾ ഒരാൾ പോലും എതിർക്കാൻ പാടില്ല. അത് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഇവിടെ അനിയുടെ അമ്മ തന്നെയാണ് ഈ കല്യാണത്തിന് എതിർക്കുന്നത്. ഇനിയിപ്പോ അനിയുടെ അമ്മ അനുകൂലിച്ചാലും ഇതിനൊപ്പം ഞങ്ങൾ നിൽക്കില്ല. അല്ല, അത് വേറൊന്നും കൊണ്ടല്ല സാർ. ഇവളുടെ നേരത്തെയുള്ള സ്വഭാവം എല്ലാവർക്കും അറിയാം. ഞങ്ങൾക്ക് പെമ്മക്കളെ കെട്ടിച്ചുവിടാൻ ഗതിയില്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതാണെന്ന് എല്ലാവരും പറയും. അത് കേൾക്കുന്നത് വലിയ വിഷമം സാറേ. മോളെന്താ ഒന്നും പറയാത്തെ? ഞാനിങ്ങോട്ട് വരുന്നില്ലെന്ന് പറഞ്ഞതാ. പിന്നെ അമ്മയും അച്ഛനും നിർബന്ധിച്ചു. മോള് വരണം. ഇടയ്ക്കൊക്കെ ഇവിടെ ഒന്ന് താമസിക്കുകയും വേണം. ദേ, മോൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആള് വരുന്നുണ്ട്. നയനമോളെ കാണുന്നല്ലേ മോളുടെ സന്തോഷം. പിന്നെ എന്തിനാ അതൊക്കെ വേണ്ടെന്ന് വയ്ക്കുന്നേ? മോളെ, എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ? എങ്ങനെ കുഴപ്പം വരാനാ? അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും ആദർശന്റെ അമ്മ കൂടെ തന്നെയുണ്ട്. മോൾക്ക് വേണ്ടതെല്ലാം മോളുടെ അമ്മായിയമ്മ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. മോൾ ഇവിടേക്ക് വന്നപ്പോ എന്തായിരുന്നു സ്ഥിതി? അമ്മായിയമ്മയ്ക്ക് മരുമോളെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു. ഇന്ന് അവർ അടയും ചക്കരയോ. മോളെ, അത് കൈ പിടിച്ച് നിൽക്കാതെ കൊടുക്കും മോളെ. എന്താ ഇത്? മോക്ക് ജോലി കിട്ടിയതിന് ശേഷം വന്ന ആദ്യത്തെ ഓണമല്ലേ, അതുകൊണ്ട് എല്ലാവർക്കും ഓണക്കോടി വാങ്ങിച്ചിട്ടാ വന്നത്. ഓണവും വിഷുവൊക്കെ ആയാൽ കോടികളുടെ ബഹളവാ. അതുകൊണ്ട് മോൾ എന്തിനാ വെറുതെ പൈസ കളഞ്ഞത്? ഈ സ്റ്റേഷനിൽ പോസ്റ്റിംഗ് കിട്ടാൻ കാരണം സാറല്ലേ? അപ്പൊ പിന്നെ സാറിനും അമ്മയ്ക്കൊക്കെ ഓണക്കോടി വാങ്ങണ്ടേ? ആയിക്കോട്ടെ. താങ്ക്സ് മോളെ. താങ്ക് യു. എല്ലാവർക്കും വാങ്ങിയോ? വാങ്ങി. അതിനെന്താ മുത്തശ്ശി, ഇവളുടെ ഒരു സന്തോഷല്ലേ? അതെ, വന്നിട്ടുണ്ട് 3 എണ്ണം. കൃത്യസമയത്ത് തന്നെ. നന്ദുവിനെ ഒഴിവാക്കിയിട്ടില്ല കേട്ടോ. അമ്മ എന്തിനാ അവരെ പേടിക്കുന്നേ? എനിക്ക് പേടി അത്രയും നിന്റെ അമ്മയാ. മനുഷ്യത്വം ഇല്ലാത്ത സ്ത്രീയാ. നിങ്ങക്ക് നിങ്ങളുടെ മോനുവാ മനുഷ്യത്വം ഇല്ലാത്തത്. ഇന്നത്തെയും നാളത്തെയും കാര്യമല്ലമ്മേ, വന്നിട്ട് പോട്ടെ. പോകുമ്പോ എല്ലാത്തിന്റെ വയറ് കേടാക്കിയിട്ട് വിട്ടാലോ? എന്നാലേ ഇനി വരാതിരിക്കത്തുള്ളൂ. അതെ, അമ്മ വെറുതെ ഓണമായിട്ട് കൂടുതൽ തലവേദന ഉണ്ടാക്കി വെക്കാതിരിക്കുന്നതാണ് നല്ലത്. അതെ, അങ്ങനെ വയറ് കേടാക്കിയാലും അതിന്റെ പിന്നിൽ നമ്മളാണെന്ന് ഇവിടെ എല്ലാവർക്കും മനസ്സിലാവും. അതൊക്കെ പിന്നെ കൂടുതൽ പ്രശ്നമാവും. എന്തായാലും എന്റെ മുറി കനകയ്ക്ക് വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല. നിന്റെ അച്ഛനും അനിയത്തിയൊക്കെ കൂടെ ഉള്ളതുകൊണ്ട് വേറെ ഏതോ മുറിയാ കൊടുക്കുന്നത്. അത് വലിയ ആശ്വാസ. മോളെ, നിനക്ക് നന്ദൂട്ടം വാങ്ങിച്ചതാ. ചേച്ചി, സൂക്ഷിച്ചും കണ്ടും വേണം ഞങ്ങളോട് മിണ്ടാൻ കേട്ടോ. അതൊക്കെ എനിക്കറിയില്ലേ മോളെ. നിങ്ങൾ വന്ന കാര്യം നിന്നെപ്പോലെ നടക്കുന്ന എന്റെ അമ്മായിയമ്മ ദേഷ്യത്തിൽ വന്ന് പറഞ്ഞു. ഇവളെ പോലെ എങ്ങനെ അവര് നടക്കുന്നേ? ഞാൻ മുടിയുടെ കാര്യ പറഞ്ഞ്. എന്തായാലും എനിക്ക് സന്തോഷമുണ്ട്. ഓണായിട്ട് 3 ആളും കൂടെ വന്നല്ലോ. ഇവളെ കൊണ്ടുവരത്തില്ലെന്നാ ഞാൻ കരുതിയത്. ആ, കൊണ്ടുവരത്തില്ലായിരുന്നു. പിന്നെ നവീൻ മോൻ വിളിച്ച് കൊണ്ടുവരണോന്ന് പറഞ്ഞാ എന്ത് ചെയ്യാൻ പറ്റും? അതെ, നമ്മൾ സംസാരിക്കുന്നത് കാണാൻ പാടില്ലാത്ത ആരെങ്കിലും കണ്ടോണ്ട് വന്നാ വിഷയം മാറ്റിക്കോണം കേട്ടോ. അത് പിന്നെ ചേച്ചിക്ക് നന്നായിട്ട് അറിയാലോ. നിന്റെ ഉള്ളിൽ നവീനോട് ചെറിയ നീരസമുണ്ടെന്നറിയാം. പക്ഷേ ഇവിടെ വരുമ്പോ അതൊന്നും കാണിക്കാൻ പാടില്ല കേട്ടോ. നീ എന്തുവാടി പറയുന്നേ? ഇവക്കൊരു നീരസവും ഇല്ല. അല്ലെങ്കിൽ തന്നെ നാളെ ഇവളുടെ കഴുത്തില് താലി കെട്ടാൻ പോകുന്നവനല്ലേ നവീൻ മോൻ. അവനോട് ആരെങ്കിലും നീരസം കാണിക്കോ? നീ അനിയെ കണ്ടായിരുന്നോ? ഇല്ല. അനിയെ കാണാനല്ലല്ലോ ഇവളിങ്ങോട്ട് വന്നത്. ദേ, ഈ വീട്ടിലുള്ള മറ്റുള്ളവരെ കാണാനാ. അതിലുപരി നവീൻ മോനെ കാണാനാ. സത്യം പറഞ്ഞ ഇവക്ക് നവീനും മോനും കൂടുതൽ സംസാരിക്കാനുള്ള ഒരു അവസരമായിട്ടാ ഞങ്ങൾ കാണുന്നത്. ചേച്ചി,
അനഘേച്ചയും ചന്തുമോളും എവിടെ? അത് ഞാനും ചോദിക്കാൻ വന്നതാ മോളെ. അവരെ ഒന്ന് കാണണം. എന്തൊക്കെ പറഞ്ഞാലും ഒരുത്തൻ ചതിച്ചതല്ലേ ആ പാവം പെങ്കൊച്ചിന്. ചതിക്ക് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി കൊടുത്തോണ്ടിരിക്കുക അമ്മ. ഞാനാ അനഘ ഇവിടെ കൊണ്ടുവരാൻ പറഞ്ഞത്. അവളുടെ സാന്നിധ്യം അവനെ ശരിക്ക് ശ്വാസം മുട്ടിക്കുന്നുണ്ട്. നന്ദുന്റെ നവീന്റെയും കല്യാണശേഷം മെല്ലെ അനിയെ കൊണ്ട് അവന്തിയെ കല്യാണം കഴിപ്പിക്കണമെന്ന് പറയാനിരിക്കുക അമ്മേ മോനും. ഞാൻ ജീവനോടെ ഉണ്ടെങ്കിലേ അത് നടക്കില്ല. അല്ലെങ്കിൽ തന്നെ അനി അവളെ കല്യാണം കഴിക്കാനൊന്നും പോകുന്നില്ല. ഓ പിന്നെ അതൊക്കെ ഇവക്കാണല്ലേ വലിയ നിശ്ചയം. മിണ്ടരുത് കേട്ടോ. ആ ദേ, അനി ആരെ വേണമെങ്കിലും കല്യാണം കഴിച്ചോട്ടെ. അതേപ്പറ്റി നീ കൂടുതലൊന്നും സംസാരിക്കണ്ട. ഓ പിന്നെ വാ, നമുക്ക് അനഘയെ കാണാം. വന്നേ. ശ്ശോ, അമ്മയും അച്ഛനും ഇങ്ങനെ നിൽക്കുമ്പോ കല്യാണത്തിന് എന്ത് സംഭവിക്കുമെന്നാ ഞാൻ ആലോചിക്കുന്നത്. എന്തൊക്കെ സംഭവിച്ചാലും അനിക്ക് തന്നെ നന്ദുവിനെ കിട്ടണം. അതാ എന്റെ ആഗ്രഹം. അച്ഛന്റെ കാര്യം ആലോചിക്കുമ്പോഴാ അമ്മയെ എങ്ങനെയെങ്കിലും പറഞ്ഞു തിരുത്താം. പക്ഷെ അച്ഛനൊരു തീരുമാനം എടുത്തിട്ട് അതിനെതിരായിട്ട് കാര്യങ്ങൾ നടന്നാ അത് അച്ഛന് ഷോക്കാവുമെന്നാ എന്റെ പേടി. നവീൻ അപ്പുറത്തായതുകൊണ്ടാ ഈ കല്യാണം മുടക്കാൻ പറ്റാത്തത്. അത് തന്നെയാ എന്നെയും ആദർശനെയും ഒക്കെ അലട്ടുന്നത്. നവീൻ അറിയാം നന്ദു അനിയും തമ്മില് പ്രണയത്തിലാണെന്ന്. എന്നിട്ടും അത്രത്തോളം അവനും നന്ദുവിനെ ഇഷ്ടപ്പെടുന്നുണ്ട്. അവള് നല്ല കുട്ടിയല്ലേ. അവളെ പിന്നെ അറിവും സംസ്കാരമുള്ള ഏത് പയ്യനും ഇഷ്ടപ്പെടും. പക്ഷേ അവൾക്ക് ഇഷ്ടം അനിയെ തന്നെയാ. അതാ സങ്കടം. ഈ ഡ്രസ് കൊള്ളാലോ. എന്റെ മോള് സുന്ദരിയായിട്ടുണ്ട്. ആഹാ, ആരൊക്കെ ഇത്? മോളെ, മോളുടെ ചെറിയ മോന്നുണ്ടോ? മോളെ എന്തൊക്കെയുണ്ട് ചന്തുമോളെ? ഒന്നുമില്ല. ഇനി മോളെ ഞാൻ ഒരുക്കിക്കോളാം. ബാ. അബിക്കും അവന്റെ അമ്മയ്ക്കും ഞങ്ങള് വന്നത് ഇഷ്ടപ്പെട്ടില്ല. നവ്യ മോള് പറഞ്ഞതാ. അവരിവിടെ താമസിക്കുന്നത് ഇവിടെയുള്ള ആർക്കും ഇഷ്ടമല്ല. പിന്നെ അവരുടെ ഇഷ്ടം എന്തിനാ നോക്കുന്നേ? ഞങ്ങൾ അങ്ങനെ നോക്കാത്തോണ്ടാ വന്നത്. എന്തായാലും അബി ചെയ്ത പ്രവൃത്തിക്ക് അവന് നവ്യയിട്ട് വട്ടം കറക്കും. ഇപ്പൊ തന്നെ അവനെ നന്നായി വട്ടം കറക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അനഘമോളെ കൊല്ലാനാണെന്ന് തോന്നുന്നു അഭി ഈ മുറിയിലേക്ക് കയറി വന്നു. അതൊക്കെ നയനിക്ക് ചോർത്തി കൊടുക്കുന്നത് ഇപ്പൊ നവ്യയാ. ഞാൻ അവനെ ലോക്കപ്പിലിട്ടെ കാര്യമായിട്ടൊന്നും തല്ലിയിട്ടില്ല. പക്ഷെ ഇനി അവന്റെ വാരിയല്ല ഞാൻ ഓടിക്കും. എന്നിട്ട് ജയിലിലേക്ക് അവനെ പറഞ്ഞു വിടത്തുള്ളൂ. അതിനു വേണ്ടിയേ നവ്യേച്ച ഒന്ന് പറയാൻ കാത്തിരിക്കാൻ ഞാൻ. മോളെ അവനെ കൊന്നാലും ഒരു കുഴപ്പമില്ല. അത്രത്തോളം അനഘയെ അവൻ വേദനിപ്പിച്ചിട്ടുണ്ട്. അനഘമോളെ, ഇതുപോലൊരു വീടായതുകൊണ്ടാ നീ രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ ഈ കുഞ്ഞിന് പോലും ഒരു ഗതിയും ഉണ്ടാവില്ലായിരുന്നു. ആ നന്ദു, കൊണ്ടുവന്നത് കൊടുക്കാൻ വിട്ടുപോയല്ലോ. കൊടുക്ക്. ഇവളുടെ വക ഓണസമ്മാന അമ്മയ്ക്കും മോക്കും ഉണ്ട്. ദാ. എല്ലാവർക്കും വാങ്ങിച്ചിട്ടുണ്ട്. ആ പിന്നെ അമ്മായിയമ്മയ്ക്കുള്ളത് മരുമോള് വാങ്ങിച്ചിട്ടുണ്ട്. ഓണം പ്രമാണിച്ച് പൈസ ഒരുപാട് പൊട്ടിച്ചല്ലേ? ജോലി കിട്ടിയതിനു ശേഷം അവളുടെ ആദ്യത്തെ ഓണമല്ലേ, അതുകൊണ്ട് എല്ലാവർക്കും ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇനി കല്യാണം കഴിക്കാൻ പോകുന്നത് വലിയ വക്കീലാണല്ലോ. അപ്പൊ പിന്നെ പ്രത്യേകിച്ച് കരുതലിന്റെ ആവശ്യമൊന്നുമില്ല. കനകെ, നമ്മൾ എപ്പോഴും നമ്മുടെ മക്കളുടെ മനസ്സറിഞ്ഞിരിക്കണം. പ്രത്യേകിച്ചും അമ്മമാര് പെൺമക്കളുടെ. അതെന്താ ദേവയാനി അങ്ങനെ പറഞ്ഞത്? അല്ല, നവീന്റെ കാര്യം പറയുമ്പോ മോൾക്കത്ര സന്തോഷമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. അത് പിന്നെ ഇവള് പോലീസ് ഓഫീസർ ആണെങ്കിലും ചില നേരത്ത് ബുദ്ധി നേരാവണ്ണം വർക്ക് ചെയ്യില്ല. അല്ലെങ്കിൽ തന്നെ തലച്ചോറുള്ള ഏതെങ്കിലും പെൺകുട്ടികള് നവീനെ പോലെ ഒരു പയ്യന്റെ പ്രപ്പോസൽ വന്നാ അത് വേണ്ടാന്ന് വെക്കോ? ഏത് നേരം എന്തിനാമേ ഇത് തന്നെ സംസാരിച്ചോണ്ടിരിക്കുന്നേ? നവീന ഉടനെ വരുന്നുണ്ട്. അതെ അതെ, അതുകൊണ്ട് നയനമോളോട് പറയണം ഇവളെ നന്നായിട്ടൊന്ന് ഒരുക്കി നിർത്താൻ. ഒരിക്കലും മോള് സുന്ദരിയല്ലേ? എങ്കിലും കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യൻ വരുമ്പോ പതിവിലും ഭംഗി വേണ്ടേ? ഡാ
നീ ആരെയാടാ നോക്കുന്നേ? ഞാനാരെ നോക്കിയൊന്നുമില്ല. അവൻ അവളെ ആയിരിക്കും നോക്കുന്നത്, ആ നന്ദുനെ. ഞാൻ എന്തിനാ അവളെ നോക്കുന്നേ? എന്തിനാന്നോ? അവളെ അല്ലാതെ വേറെ ആരെയും നീ കല്യാണം കഴിക്കില്ലെന്ന് ഈ വീട്ടിലുള്ള എല്ലാവരുടെയും മുന്നിൽ വെച്ചല്ലേ പ്രഖ്യാപിച്ചത്? അവളുടെ അടുത്തേക്ക് എങ്ങാനും പോയാ അവളോട് മിണ്ടോ പറയോ ചെയ്ത നിന്നെയല്ല അവളുടെ അച്ഛനമ്മയായിരിക്കും ഞാൻ ആട്ടുന്നത്. ശ്ശോ, എന്റെ അമ്മയും അവരെല്ലാരും കൂടെ ഇങ്ങോട്ട് വന്നതേ മുത്തശ്ശനും മുത്തശ്ശിയും ക്ഷണിച്ചിട്ടാണ് ഓണം കൂടാൻ വേണ്ടി. അങ്ങനെയുള്ളവരെ ദയവ് ചെയ്ത് വിഷമിപ്പിക്കരുത് എന്ന് നീ കൂടെ വിചാരിക്കണാടാ. നീ അവളെ ഒളിഞ്ഞു പാത്തും അങ്ങനെ നോക്കിയാലുണ്ടല്ലോ, അതിന് പഴി കേൾക്കേണ്ടി വരുന്നതേ അവളുടെ അച്ഛനും അമ്മയോ ആയിരിക്കും. എന്റെ അമ്മയും ഈ വീട്ടിൽ വന്നവരോട് നോക്കരുത് സംസാരിക്കരുത് എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ കഷ്ടാട്ടോ. നീ സംസാരിച്ചോ? അവളുടെ അച്ഛനും അമ്മയോടും ഇഷ്ടം പോലെ സംസാരിച്ചോ, പക്ഷെ അവളോട് വേണ്ട. ഞാനത്രേ പറയുന്നുള്ളൂ. എടാ മോനെ അനി, അവളിപ്പോ പേരെടുത്ത നല്ലൊരു വക്കീലിന്റെ ഭാര്യയാവാൻ പോവാണ്. അതിനിടയിലേക്ക് നീ എന്തിനാ ഇടിച്ചു കയറുന്നത്? അതിന് അവർ തമ്മിലുള്ള കല്യാണമൊന്നും നടന്നിട്ടില്ലല്ലോ. എന്താ നടക്കില്ലേ? അങ്ങനെ നടക്കില്ലെന്ന് എന്തെങ്കിലും ഉറപ്പ് നന്ദു തന്നോ? ഓരോന്ന് ഇനി കുത്തി കുത്തി ചോദിക്കല്ലേ, ഓണമായിട്ട് വെറുതെ വീട്ടിനകത്ത് വഴക്കുണ്ടാക്കാനായിട്ട്. എടാ, ഈ വീട്ടിനകത്ത് വഴക്കുണ്ടാവാതിരിക്കാൻ നീയാണ് ശ്രദ്ധിക്കേണ്ടത്. അവളുടെ കല്യാണം കഴിയാതെ അവളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് പോലും തെറ്റാ. പിന്നെ നവീൻ വരുന്നു എന്ന് പറഞ്ഞതാ ആകെ ഒരു സമാധാനം. എടാ ചെറുക്ക, നവീൻ വിളിച്ചതുകൊണ്ടാ നന്ദു വരുന്നത്. അത് മനസ്സിലാക്കിയിട്ടും അവൻ ഏതാണ്ടൊക്കെ പ്രതീക്ഷിച്ച് നിൽക്കുക. ആണുങ്ങളായാലേ അന്തസ് വേണോടാ, അന്തസ്. വാ, ഇതാണ് എന്റെ അമ്മായിയമ്മ അമ്മയ്ക്ക് നന്ദുവിനായിട്ട് ഒരുക്കിയിട്ട മുറി. കൊള്ളാം. അച്ഛന് വേറെ മുറി സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയും ആദർശന്റെ അമ്മയൊക്കെ പറയുന്നതേ അവിട്ടവും ചതയും ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും പോയാ മതിയെന്നാ. അയ്യോ മോളെ, തിരുവോണം വരെ എന്ന് പറഞ്ഞല്ലേ ഞങ്ങൾ വന്നത്. അത് കഴിഞ്ഞിട്ട് മോൾ ആദർശിനെയും കൂട്ടി അങ്ങോട്ട് വാ. പക്ഷെ നവ്യക്ക് വരാൻ പറ്റുമെന്ന് അറിയില്ല. ആ ചേച്ചി, അന്ന് വല്യമ്മയുടെ മോളുടെ കല്യാണത്തിന് വന്നു എന്ന് പറഞ്ഞ പോലെ നവ്യോച്ചോടും വരാൻ പറയാ ചേച്ചി. നോക്കാം. നിങ്ങൾ ഓണമായിട്ട് ഇവിടെ വരുന്നതിനോട് ഞങ്ങൾക്കാർക്കും എതിർപ്പില്ല. നിങ്ങളുടെ 2 മക്കൾ ഇവിടെയുണ്ട്. പക്ഷെ ഇവളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതിയായിരുന്നു. അതെ, ഞങ്ങള് നവീൻ മുൻ പറഞ്ഞിട്ടാ നന്ദൂട്ടനെയും കൂടെ കൊണ്ടുവന്നത്. നവീൻ പറഞ്ഞു എന്ന് കരുതി കല്യാണത്തിന് ഇനി കുറച്ചു ദിവസമല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് വന്നാ പോരായിരുന്നോ? അത് തീരുമാനിക്കുന്നത് അപ്പച്ചിയാണോ? എന്റെ അച്ഛനെയും അമ്മയും ക്ഷണിക്കേണ്ട കാര്യമൊന്നുമില്ല ഇങ്ങോട്ട് വരാൻ. മുത്തശ്ശനും മുത്തശ്ശിയും നവീനും ഒക്കെ പറഞ്ഞു വരണോന്ന്. അതുകൊണ്ട് അതിനെ ആരും ചോദ്യമൊന്നും ചെയ്യണ്ട. ഇവിടെ ആരും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ ഇവിടെ വന്നെന്ന് കരുതി എന്റെ മോനോട് മിണ്ടാനും പറയാനും നിൽക്കണ്ട. അതിന്റെ ആവശ്യമൊന്നും എന്റെ നന്ദൂട്ടനില്ല എന്ന് മാത്രമല്ല, ഇനിയിപ്പൊ ജാനകി പറഞ്ഞാ പോലും ഞാനോ ഗോവിന്ദേട്ടനോ നടക്കാൻ പാടില്ലാത്ത ഒരു കല്യാണത്തെ അനുകൂലിക്കില്ല. വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം. വാക്ക് പറഞ്ഞ വാക്ക് തന്നെയാ. അല്ലെങ്കിൽ മറിച്ച് സംഭവിക്കട്ടെ, അപ്പൊ നിങ്ങൾക്ക് സംസാരിക്കാം. ഗോവിന്ദൻ പറഞ്ഞാ പിന്നെ വിശ്വസിക്കാം. നിന്റെ നാവിന് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പച്ചി കൂടുതലൊന്നും സംസാരിക്കണ്ട. എന്റെ അമ്മയുടെ മുന്നിൽ നിന്ന് സംസാരിക്കാനുള്ള യോഗ്യത നിങ്ങൾക്കില്ല. അമ്മയുടെ എന്നല്ല, ഈ വീട്ടിലെ ആരുടെയും. നിങ്ങൾ ചെയ്ത പ്രവൃത്തികളൊക്കെ എനിക്കും ആദർശേട്ടനും മാത്രമേ അറിയൂ. കൂടുതൽ ചൂട് പിടിപ്പിച്ചാലേ അതെല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞങ്ങൾ വിളിച്ചു കൂവും. സത്യം പറഞ്ഞാലേ നിങ്ങളോട് സംസാരിക്കാൻ പോലും താല്പര്യമില്ല. അത്രയ്ക്ക് വെറുപ്പാ നിങ്ങളോട്. നീ എന്താടി ജലജ ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കുന്നേ? തൽക്കാലം കേട്ടോണ്ട് നിൽക്കാനേ പറ്റൂ. അല്ലെങ്കിലേ ഇവരെ എതിർത്ത് പറയട്ടെ, അപ്പൊ അതിനുള്ള മറുപടി ഞാൻ കൊടുത്തോളാം. നീ വരാൻ നോക്ക് ജലജ. ഇവളുടെ അമ്മയും അച്ഛനും ഒക്കെ നെറുകേട് കാണിക്കില്ലെന്നാ പറയുന്നേ. നമുക്കത് തൽക്കാലം വിശ്വസിക്കാം. അല്ല മോളെ, മോള് വരട്ടിയപ്പോ അവളങ്ങ് വരണ്ടു പോയല്ലോ. അത്രയ്ക്ക് എന്ത് വലിയ തെറ്റാ അവള് ചെയ്തത്?
പുറത്ത് പറയാൻ പറ്റാത്ത എന്തോ വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ചേച്ചി ഇങ്ങനെ പറയില്ലല്ലോ. അതവരെന്നെ കൊണ്ട് പറയിക്കാതിരുന്ന അവർക്ക് കൊള്ളാം. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നീ ആ അനിയോട് മിണ്ടാനും പറയാനൊന്നും നിൽക്കണ്ട. ഓണമായിട്ട് ഇല്ലാത്ത പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട. ഞാനായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നില്ല. അതുപോലെ തന്നെ നവീൻ മുൻ വരുമ്പോഴേ അവനോട് സ്നേഹത്തോട് സംസാരിച്ചോണം. മോളോട് സംസാരിക്കാനായിട്ട് അവൻ വരുന്നത്. അതൊന്നും നീ കാര്യമാക്കണ്ട. നിന്റെ അച്ഛന്റെ അമ്മയുടെ നിലപാടോർത്ത് നീ വിഷമിക്കാൻ വേണ്ട. അവരെ നമുക്ക് നമ്മുടെ വഴിക്ക് കൊണ്ടുവരാൻ പറ്റും. എന്നാ അവരുമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന അഭിയെ അപ്പച്ചേക്കാണ് സൂക്ഷിക്കേണ്ടത്. എന്റെ അച്ഛനും അമ്മയും മനഃപൂർവ്വം നന്ദുവിനെ കൂട്ടിക്കൊണ്ടുവന്നെന്നൊക്കെ പറയുന്നത്. അങ്ങനെ ചിന്തിക്കാനുള്ള ബുദ്ധി അവർക്കുള്ളൂ. പിന്നെ അവര് പറയുന്നതിനൊക്കെ മറുപടി പറയാൻ നിൽക്കുന്ന നിന്നെ നിന്റെ അമ്മയാണ് കുറ്റം പറയേണ്ടത്. കല്യാണത്തോടടുക്കും തോറും എനിക്ക് നല്ല ഭയമുണ്ട് ആദർശേട്ടാ. ഈ ഭയവും ആകാംക്ഷയൊന്നും ഇപ്പോഴത്തെ ഈ കണ്ടീഷന് പറ്റിയതല്ല. നീ ഇപ്പോ നിന്റെ കുഞ്ഞിനെ കുറിച്ച് മാത്രം ഓർത്താ മതി. മറ്റു വിഷയങ്ങളൊക്കെ ഞങ്ങൾക്ക് വിട്ടേക്ക്. അനിയും നന്ദുവും പരസ്പരം ഇഷ്ടത്തില്. നവീന് നന്ദുവുമായിട്ട് ഒന്നിക്കണമെന്ന ആഗ്രഹം. അനിയുടെ അമ്മയ്ക്ക് നന്ദുവിനോട് ഭയങ്കര ദേഷ്യം. അവൾ ഇങ്ങോട്ട് വന്നത് പോലും അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുപോലെ ഇളയച്ചനും നന്ദുവിനോട് അത്ര താല്പര്യമില്ലല്ലോ ആദർശേട്ടാ. നേരത്തെ മുത്തശ്ശൻ പറഞ്ഞ നീ കേട്ടില്ലേ? ഒരു അസുഖം വന്നതിന് ശേഷമാ മുത്തശ്ശനൊന്ന് സോഫ്റ്റ് ആയത്. എങ്കിലും ഇപ്പോഴും ഈ വീട്ടിലെ അധികാരമൊന്നും മുത്തശ്ശന് നഷ്ടപ്പെട്ടിട്ടില്ല. വേണ്ട സമയത്ത് മുത്തശ്ശൻ പഴയ പ്രൗഢിയിലേക്ക് തിരിച്ചു വരും. പിന്നെ ആർക്കും ഒന്നും മിണ്ടാൻ പറ്റില്ല. അവനും നന്ദുവും ഇപ്പം നേരിടുന്ന വെല്ലുവിളിയുടെ അവസാനമേ അനി നന്ദുവിന്റെ കഴുത്തിൽ താലി കെട്ടണം. അവര് സന്തോഷത്തോടെ സുഖത്തോടെ ഒരുപാട് കാലം ജീവിക്കണം. നവി മോളെ എത്ര കാലം ഈ കള്ളക്കളി തുടരും? സത്യം പറഞ്ഞ അവനുമായിട്ട് മോൾ ഒരു മുറിയിൽ കഴിയുന്ന കാര്യം ഓർക്കുമ്പോ പോലും എനിക്കും ഗോവിന്ദേട്ടനും ഒക്കെ പേടിയാ. എനിക്കൊരു പേടിയില്ലമ്മേ. അവനെ തറ പറ്റിക്കുന്നത് വരെ ഞാൻ ഈ നാടകം തുടരും. മോളെ സൂക്ഷിച്ചു വേണം കേട്ടോ. ഒന്നും ചെയ്യാൻ മടിയില്ലാത്തവനവൻ. ഇവിടെ അനഘയെ കൊണ്ടുവന്ന ശേഷം ആ കുട്ടിയെ കൊല്ലാൻ അവൻ മുറിയിൽ കേറിയില്ലേ? ഞാനിവിടെ ഉള്ളപ്പോഴേ അവന്റെ ഒരു പണിയും നടക്കില്ല. ഓണാണെങ്കിൽ എന്താ നിങ്ങളൊക്കെ ചെയ്താ ഞാൻ മറക്കണോ? എന്റെ സമാധാനം കളയാനല്ലേ നിങ്ങൾ മൂന്നുപേര് വന്നത്? എന്താ എന്താ ഇവള് പറയുന്നത്? എന്നെ വീണ്ടും ബ്രെയിൻ വാഷ് ചെയ്യാൻ വന്നിരിക്കുക. എന്തൊക്കെ പറഞ്ഞാലും അമ്മയല്ലേ മോളെ. അതുകൊണ്ട് കുറച്ചൊക്കെ മാന്യമായിട്ട് സംസാരിക്കുന്നതിൽ തെറ്റില്ല. അയ്യോ വേണ്ടടി, അവള് പറയാൻ വന്നതൊക്കെ പറയട്ടെ. നിന്റെ മോനെ പറ്റി ഞാൻ പറഞ്ഞതൊന്നും ഇവള് ഇതുവരെ വിശ്വസിച്ചിട്ടില്ല. അത് പിന്നെ നട്ടാ കുരുക്കാത്ത കള്ളങ്ങൾ പറഞ്ഞാ ആരെങ്കിലും വിശ്വസിക്കോ? എന്തേലും പറഞ്ഞോ? എന്റെ കനകെ, ഓണമായിട്ട് വെറുതെ നമ്മൾ തമ്മിൽ വഴക്ക് വേണ്ട. അതെ, അങ്ങനെ വഴക്കുണ്ടാക്കേണ്ടത് തന്നെയാ എനിക്കും ആഗ്രഹം. അതിനെ ഈ അമ്മായിയമ്മയും മരുമോളും ഒരു കാരണം ഉണ്ടാക്കാതിരുന്നാ കൊള്ളാം. മനസ്സിലായോ? അവള് പറയുന്ന ഒന്നും വിശ്വസിക്കരുത് മോളെ. അഭിയെ പ്രതിയാക്കിയിട്ട് ആദർശിന് വെള്ള പൂശാൻ അവള് നോക്കുന്നത്. എത്ര കാലമായി അമ്മ ആ പണി തുടങ്ങിയിട്ട്? എന്നിട്ട് എന്തെങ്കിലും നടന്നോ? ഞാൻ ഒരിക്കലും അവരെ ആരെയും വിശ്വസിക്കില്ല. എനിക്ക് എന്റെ അഭിയെ നന്നായിട്ടറിയാം. അവനെ തെറ്റൊന്നും ചെയ്യില്ല. അവൻ നിന്നെ കുഞ്ഞിനെ മാത്രം സ്നേഹിച്ചുകൊണ്ട് നടക്കുവാ ഇപ്പോ. അവന്റെ മോനെ കാണാതെ ഒരു ദിവസം പോലും അവന് തള്ളി നീക്കാൻ പറ്റത്തില്ല എന്നാ പറയുന്നത്. അല്ലെങ്കിൽ തന്നെ കുടുംബം എന്ന് പറയുമ്പോ ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും അല്ലേ? ബാക്കിയൊക്കെ വരും പോവും. പക്ഷേ കെട്ടുറപ്പുള്ള ഒരു കുടുംബത്തിന് ഈ പറഞ്ഞവരൊക്കെ തമ്മില് നല്ല ബന്ധമായിരിക്കണം. പിന്നെ മോളെ, നവീൻ വരുന്നുണ്ട്. നവീന്റെ നന്ദുന്റെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണം. എന്നിട്ട് അനിയെയും അവന്തികയും തമ്മിൽ ഒന്നിപ്പിക്കാൻ മോള് തന്നെ മുൻകൈ എടുക്കണം. അതെന്നോടമ്മ പറയണ്ടല്ലോ. എന്ത് വില കൊടുത്തും അവരുടെ കല്യാണം നടത്താൻ ഞാൻ ശ്രമിക്കും അമ്മേ. അല്ലെങ്കിൽ തന്നെ വേറൊരു കുടുംബത്തിൽ നിന്ന് അനിയുടെ ഭാര്യയായിട്ട് ഒരുത്തി ഇങ്ങോട്ട് വന്നിട്ട് അവളും അനാമികയെ പോലെയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും?
അതുകൊണ്ട് കുടുംബത്തിനകത്തുള്ള കുട്ടികൾ ഒന്നിക്കട്ടെ. അതാ നമുക്ക് നല്ലത്. ആ പിന്നെ ഞാൻ ഓണായിട്ട് ഗിഫ്റ്റ് ഒന്നും കരുതിയിട്ടില്ല കേട്ടോ. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ എല്ലാവർക്കും ഓരോരോ ഗിഫ്റ്റുകൾ വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നവീനേട്ടനൊന്നും വാങ്ങാതിരിക്കുന്നത് നല്ലത്. മോനെ ഇപ്പൊ മുകളിലോട്ട് പോകണ്ട. അല്ല, അവിടെ എന്റെ ഇളയ മരുമോൻ വന്നിട്ടുണ്ട്. മരുമോനോ? ആ, നാളെ മരുമോനാകാൻ പോകുന്ന നവീൻ മോൻ. ആ, ഇനി കസേര കളി തുടങ്ങാം. നവീൻ മോൻ വന്നപ്പോ തന്നെ മോള് ഒന്നാമത് എത്തിയത് കണ്ടില്ലേ? അതാണ് ചേരേണ്ടവര് തമ്മില് ചേരണോന്ന് പറയുന്നത്.